ആദ്യം തിരുവനന്തപുരത്ത് അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ ബലിയാടായി വിദ്യാർത്ഥിനി. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. അധ്യാപകർ തമ്മിലുള്ള തർക്കത്തിൽ +1 വിദ്യാർത്ഥിയെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തി. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു പ്രചാരണം. നാണക്കേട് മൂലം പഠനം ഉപേക്ഷിച്ചുവെന്ന് വിദ്യാർത്ഥിനി 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസിലെ പ്രതിയായ ഒരാളെ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്ത കാര്യം വിവാദമായത്. അതിന് പിന്നാലെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണിതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ആ പകപോക്കൽ നിരയായ ആ സ്കൂളിലെ +1 വിദ്യാർത്ഥിനി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ കുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ നമ്മൾ പങ്കുവയ്ക്കുന്നില്ല. പകരം ഈ കുട്ടി നേരിട്ട ദുരനുഭവം, ഇപ്പോഴും ഈ വിഷയത്തിൽ ആ വ്യാജ ആരോപണത്തിൽ കുട്ടിയും കുടുംബവും അവർ വലിയ പാടുപെട്ട് നടത്തുന്ന ജീവിതത്തിൽ ഇപ്പോൾ വിലങ്ങുതടിയായിട്ടുള്ളത് ഈ വ്യാജ പ്രചരണമാണ്. അതിനെക്കുറിച്ച് ആ കുട്ടി തന്നെ ചേരും. ഈ മക്കളെക്കുറിച്ച് എന്താ സ്കൂളിൽ പറഞ്ഞുണ്ടാക്കിയത്? അവിടുത്തെ അധ്യാപകനായ സാർ അധ്യാപകനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുകയും പിന്നെ അവിടുത്തെ കുട്ടികളോടായാലും അവിടെ വരുന്നവരോടായാലും ഇങ്ങനെ എല്ലാവരുടെ ഇങ്ങനെ പറഞ്ഞ് ഈ സാർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മക്കളുടെ ശ്രദ്ധയിൽ ഇതൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ശ്രദ്ധയിൽ ഇത് എപ്പോഴാണ് പെട്ടത്? ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോഴാണോ? ഗ്രൂപ്പിൽ മെസ്സേജ് വരെ എപ്പോഴും. പിന്നെ അമ്മ സ്കൂളിൽ ഇടയ്ക്ക് പോവുമായിരുന്നു. അപ്പോഴാ അമ്മയുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയും പിന്നെ അവിടെ പറയുകയൊക്കെ ചെയ്തുമായിരുന്നു. മറ്റാരെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നോ? കുഞ്ഞിനെ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും പറഞ്ഞ് തോനെ പേരങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ അച്ഛനോടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്താ സാർ പീഡിപ്പിച്ചോ അങ്ങനെ കൂടുതൽ അങ്ങനെ കുത്തി ചോദിക്കുകയായിരുന്നു. ഈ മക്കൾക്ക് ഈ അധ്യാപന അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് പരിചയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതിനുശേഷം ഇവർ ഈ പറയുന്ന തരത്തിലേക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോഴ് അഡ്മിഷൻ എടുക്കാൻ പോയ ആ ടൈമിന് മാത്രമേ എനിക്ക് ആ സാറിനെ അറിയാവൂ. അതിനു മുമ്പേ പരിചയമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഇടയ്ക്കൊക്കെ സ്കൂൾ വെച്ച് കാണുമെന്നല്ലാതെ വേറൊരു പരിചയമില്ല സാറുമായിട്ട്. പിന്നെ വലിയ വിഷമം ഉണ്ടാക്കി സംഭവം? വലിയ വിഷമം ഉണ്ടാക്കിയോ? കൂടുതലായിട്ടെന്ന് വെച്ചാൽ എന്നെ ഇപ്പോൾ ഉള്ളതായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ പഠിക്കാനായാലും ശരി അവിടെ ഇനി ചേരാനേ പറ്റത്തില്ല. ബാക്കിയുള്ളവരടുത്തായാലും ഇനി ബാക്കിയുള്ളവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാണക്കേട്. കൂട്ടുകാരെങ്കിലും ചോദിച്ചിരുന്നോ? അവരൊക്കെ അറിയുന്നുണ്ടോ നാട്ടിലൊക്കെ? അതെനിക്കറിയത്തില്ല. ഞാൻ സ്കൂളിൽ അങ്ങനെ പോയിട്ടില്ല. ബാക്കിയുള്ളവരായാലും ഞാൻ അങ്ങനെ മുടിയൊക്കെ വെട്ടി നടക്കുന്നുണ്ട്. പിന്നെ എന്നെ പറ്റി ആർക്കും അങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. നാണക്കേട് കാരണമാണോ കുഞ്ഞ് സ്കൂളിൽ പോകാത്തത്? നാണക്കേട് കൊണ്ട് തന്നെയാണ് പോകാത്തത്. കേരള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 മോഡൽ എന്നൊക്കെ വീമ്പ് പറയുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ, അതായത് ഈ ശബ്ദമുയർത്താനൊന്നും ശേഷിയില്ലാത്ത മനുഷ്യർക്ക് നേരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരവമുള്ള സംഭവമാണ്. ക്യാമറമാൻ NS സജീവിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് ഒരു പുതിയ സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയപ്പെട്ടാൽ അറിഞ്ഞില്ല കേട്ടില്ല കുറ്റക്കാർക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള നിലയിൽ പാടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദ്യാഭ്യാസ DD QIP DD തന്നെ ഇത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഈ സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ അധ്യയന വർഷക്കാലത്താണോ ഈ സംഭവം ഉണ്ടായത്? ഇതിൽ പ്രിൻസിപ്പലിൻ്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണം എങ്ങനെയാണ്? അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അടിയന്തര നടപടിയിലേക്ക് പോകുമോ സ്കൂൾ? അനുജയ്, ഈ വിഷയത്തിൽ സ്കൂളിന് അടിയന്തര നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം രണ്ടുണ്ട് കാര്യങ്ങൾ. ഈ സ്കൂളിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ മുൻപും കൊടുത്തിട്ടുണ്ട്. അതായത് 4 മാസം മുൻപാണ് നമ്മൾ തന്നെ ഈ വിഷയത്തിൽ, അതായത്
ഈ സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള പോരിന്റെ അടിസ്ഥാനത്തിൽ അറ്റൻഡൻസ് ബുക്കൊക്കെ എടുത്ത് മാറ്റിയ സംഭവം വാർത്തയാക്കുന്നത്. പിന്നാലെയാണ് നമ്മൾ ഈ വിവരം, ഈ മാതാപിതാക്കൾ നമ്മളെ സമീപിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. 8, 9 ക്ലാസ് 9, 10 ക്ലാസ്സുകളിലും ഈ കുട്ടി ഈ സ്കൂളിൽ തന്നെയാണ്, ഈ കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം +1 കുട്ടി അഡ്മിഷൻ എടുക്കാൻ പോകുന്നു. അഡ്മിഷൻ കുട്ടിക്ക് ലഭിച്ചത് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനുശേഷം കൊമേഴ്സ് ബാച്ചിലേക്ക് മാറാൻ വേണ്ടി ആ കുട്ടി 2 ആഴ്ച സ്കൂളിൽ പോയി. അതിനിടയിലാണ് ഈ കുട്ടി തല കറങ്ങി വീഴുന്നത്. സൈലന്റ് ഫിറ്റ്സ് ആയിരുന്നു കുട്ടിക്ക്. മാത്രമല്ല അതിനുശേഷം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഈ കുട്ടി ചികിത്സ തേടുകയും ഏതാണ്ട് 4 മാസത്തോളം കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. അന്നൊക്കെ ഈ കുട്ടിയുടെ രക്ഷിതാക്കളാണ് ഈ സ്കൂൾ അധികൃതരുമായി വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ആ സമയത്താണ് ഈ സ്കൂളിലെ തർക്കത്തിന്റെ പേരിൽ, അതായത് സ്കൂളിൽ വരാതിരുന്ന ഈ കുട്ടിയെ ഈ സ്കൂളിന്റെ തർക്കങ്ങളുടെ പേരിൽ ഒരു അധ്യാപിക ആദ്യം അവർ വാക്കുകൊണ്ട് ഈ പ്രചരണം നടത്തി. അതായത് മറ്റൊരു അധ്യാപകനെ ചേർത്ത് അധ്യാപകൻ ലൈംഗിക ചുവയോടെ പെരുമാറി, ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്കുള്ള ആക്ഷേപം കൊടുക്കുന്നു. അതിനുശേഷം അതൊരു പരാതിയായി തന്നെ പോവുകയും CWC അടക്കം ഈ വിഷയം അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടിയെ കൗൺസിലിങ്ങിനായി പൂജപ്പുരയിലേക്കൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴൊന്നും ഈ കുട്ടി ഏതെങ്കിലും ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. മാത്രമല്ല ഈ വിഷയത്തിൽ കുട്ടി പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ അധ്യാപിക ഈ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം, അതിൻ്റെ തെളിവുകളടക്കം നമ്മളുടെ പക്കലുണ്ട്. അതായത് ഈ കുട്ടിയെക്കുറിച്ച് മോശമായ രീതിയിൽ ഈ അധ്യാപിക ചില പ്രചരണം സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം നടത്തി. അതിനുശേഷം അപ്പോഴാണ് ഈ ഗൗരവമായി ഈ സംഭവം ഈ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാത്രമല്ല ഈ CWC ബന്ധപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, അല്ലെങ്കിൽ തൻ്റെ കുട്ടിക്കെതിരെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നു എന്ന് അവരുടെ രക്ഷിതാക്കൾ പോലും അറിയുന്നത് എന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ള കാര്യം. അതിനുശേഷം ഈ കുട്ടി പൂർണ്ണമായും സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. കുട്ടിക്ക് വലിയ മനോവിഷവും ഉണ്ടാവുകയും അതിലടക്കം കുട്ടിക്ക് ചികിത്സ തരേണ്ട സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് മിനിഞ്ഞാന്നാണ് ആ കുട്ടി കുറച്ചെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതും മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും ഈ സ്കൂളിലെ മാനേജ്മെന്റ് വിഷയവുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ട്. ആ തർക്കത്തിലാണ് ഈ കുട്ടിയെ ഇരാക്കിയത്. കുട്ടിക്ക് 1 വർഷത്തെ അധ്യയനം നഷ്ടപ്പെട്ടു. മാത്രമല്ല ഇനി ആ സ്കൂളിലേക്ക് മടങ്ങിപ്പോകില്ല എന്ന് കുട്ടി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിഷയം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ അറിവുണ്ട്. കാരണം ഈ സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുൻപും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂൾ നടത്തിപ്പിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും മാത്രവുമല്ല ഈ കുട്ടിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ കർശനമായ നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടറെ ഈ വിഷയം അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്.